ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് യാത്രയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ കാസർഗോഡ് രാത്രി 1 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ വീട്. ചേട്ടനും ചേച്ചിയും രണ്ടുപേരും അധ്യാപകരാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എവിടെ വന്നേക്കണം? കാസർഗോഡ്. ആരുടെ വീടാണ്? ആരുടെ വീടാണ്? ലച്ചു ചേച്ചിയുടെ വീടാണോ? ഇതെന്ത് പരിപാടിയാണ് ഈ കാണുന്നത്? മാഷാസ് സ്പൂക്കി സ്റ്റോറീസ്. ലച്ചു ചേച്ചി കിട്ടിയേക്കണ സമ്മാനങ്ങളൊക്കെ കണ്ട? അതുലായിട്ട് ലച്ചു ചേച്ചിക്ക് കണ്ട? ലച്ചു ചേച്ചി മിടിക്കാണ്. ഇവരൊക്കെ എക്സ്പേർട്ടാണ്. ഇതിപ്പോ സഞ്ജു കൊണ്ടുവന്നാണ്. ചേച്ചി അടുക്കളയിൽ പണി എന്തോരം നോക്കട്ടെ. പുട്ട് പപ്പടം വറുക്കുന്നുണ്ട്. കറിയായി, കറി അപ്പുറത്തുണ്ട്. ഹായ് പറഞ്ഞേക്കിട്ടാ. ഹായ്. ദേവനൊക്കെ ഭയങ്കര കാസർഗോഡത്തെ വീട്. ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണിയായപ്പോ എത്തി അല്ലെ. 12 മണിക്ക് വന്ദേ ഭാരത് എത്തി. 12:45 അല്ലേ? 11:45 വന്ദേ ഭാരത് കാസർഗോഡ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് പിന്നെ 25 കിലോമീറ്റർ കാറിന് ഇങ്ങോട്ടേക്ക് വനാന്തരങ്ങൾക്കിടയിലൂടെ. ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കറക്റ്റാണോ? പുലി ഇറങ്ങിയിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ കിണറ്റിൽ വീണെന്നാ അറിയില്ല. കിണറ്റിൽ വീണമെന്ന് അറിയില്ല. അതെന്താ വാർത്ത? ഇന്നലെ അവിടെ അടുത്ത വീട്ടിലൊരു പട്ടിനെ പിടിച്ചിട്ട് പോയിട്ട് അന്ന് രാത്രി കഴിച്ചിട്ട് പിറ്റേ ദിവസം ഇവിടെ അവിടെ കൊണ്ട് രാത്രി കഴിച്ചിട്ടും ബാക്കി അവിടെ ഇട്ട്, എന്നിട്ട് പിന്നെ വീണ്ടും വന്ന് പിറ്റേ ദിവസം അത് എടുത്തിട്ട് പോയി. അപ്പൊ എല്ലാ ദിവസവും അത് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാത്രിയൊക്കെ ഒരു സംഭവം ഉണ്ടായി. ഞാനും ശരണ്യയും കൂടി. അപ്പൊ ശരണ്യക്ക് ഞാൻ ഇത് പാവാട തുന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ ശരണ്യക്ക് ഇത് എന്താണ് ചുരിദാറ് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പൊ ശരണ്യ പറഞ്ഞ ടീച്ചർ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനും വരാം, പാവാട തുന്നുമ്പോ എന്റെ ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരണ്യ വരാൻ ലേറ്റായി. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞ ടീച്ചർ 6 മണിയൊക്കെ കഴിയും, ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. നമ്മൾ സാരമില്ല, നമുക്ക് നടന്നു പോവാം, കുറച്ച് നടക്കാലോ, പുലി വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ വരും ടീച്ചർ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ശരണ്യമുണ്ട് ചേച്ചി, ഞങ്ങൾ 2 മിനിറ്റ് നടന്നു വരാന്ന് പറഞ്ഞു. രാത്രി 7:30 8 ഞങ്ങളെ കാണാനില്ല. അപ്പൊ ചേച്ചി പിന്നെ വിളിച്ചപ്പോ ഞങ്ങൾ ഇവിടെ നടന്ന് പോവേണ്. അപ്പൊ നടന്നു വരണ്ട നിങ്ങള്? ഞാൻ പറഞ്ഞ ചേച്ചി ഒന്നും മിണ്ടിയില്ലട്ടാ. കുറച്ചങ്ങോട്ട് പോകാനുണ്ട്, കുറച്ച് ആളില്ലാത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗത്ത് കാടും ഉള്ളിലോട്ട് വീടുണ്ട്, പക്ഷെ കുറച്ച് ഭാഗത്ത് കാടാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നൊക്കെ ഇരുന്ന് എന്തായാലും തിരിച്ചു പോകുമ്പോ നിങ്ങൾ ഓട്ടോന് പോയാൽ മതി. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ ഓട്ടോന് പോകാൻ കൊച്ചേ അമ്പു ശരനോട് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് നടക്കുമ്പോ കുറച്ച് താഴോട്ടുണ്ട്, കുറച്ച് കയറ്റമുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടല്ലേ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ടേ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും തിരിച്ചു പോകുമ്പോ ഓട്ടോയിൽ നമുക്ക് പോകാന്നുണ്ട്. അപ്പോഴും ശരണ്യ വേണ്ട ടീച്ചർ, എന്താണ് നമുക്ക് നടന്നു, ഒരു രസമല്ലേ, നമുക്ക് നടക്കാം. ഞാൻ പറഞ്ഞു വേണ്ട കുഞ്ഞിനായിട്ട് എടുത്തോണ്ട് പറ്റിയില്ല, നടക്കണേ സാരമില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ചേച്ചി പറയണ പുലിയുണ്ട്, ഇങ്ങനെ നായന അവരെ സ്വന്തം ചേട്ടന്റെ വീട്ടിൽ നിന്ന് നായനെ കടിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം ബാക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടിട്ട് വന്ന് എടുത്തുകൊണ്ടുപോയി. അത് CCTV കണ്ടു. അപ്പോ ഞാൻ ദൈവമേ എന്റെ ഭഗവാൻ, ഞാൻ കേട്ട പാടിന്റെ പേടി. ഞാനാണെങ്കിൽ ഇടക്കിടക്ക് ഈ പുലിനെയോ സിംഹത്തിനെയോ സ്വപ്നം വരെയാണല്ലേ നാട്ടിലിറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരാശ്വാസം പോകും. നമ്മുടെ ഇവിടെ എറണാകുളത്തൊന്നും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ. അതന്നെ അങ്ങനെ അതാണ് പുലിക്കഥ. എന്റെ മുന്നേ ഈ അമ്പലത്തിൽ പോയ ആൾക്കാർക്ക് അറിഞ്ഞല്ലോ അല്ലേ? ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും. എന്താന്നറിയോ, പത്രം വായിക്കുന്നില്ലേ? ഞാൻ പിന്നെ പത്രം വായിക്കുന്നില്ല, ഞാൻ അല്ലാതെ ഈ മൊബൈലിലുള്ള ന്യൂസേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കത്ര പെട്ടെന്ന് അറിയൂല. ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴേ എനിക്ക് വാർത്തകൾ കിട്ടുള്ളൂ. അപ്പൊ ഈ കിണറ്റില് വീടുന്ന ആര് പറഞ്ഞത്? ഇപ്പൊ
ആവോ പുലി. അപ്പൊ ഈ പുലി തന്നെയാണ് കിണറ്റിൽ വീണത്. ഞാൻ കേട്ട തന്നെയാണെന്നറിയില്ല. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ബിരിയാണിയാണ് തീരുമാനിച്ചേക്കണത്. അതാണ് നല്ല പണിയുണ്ട്. ഇനിയിപ്പോ വീഡിയോസ് ഒക്കെ എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രഗത്ഭരായ 2 കുക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. രാവിലെ പുട്ടും ഗ്രീൻ പീസ് പപ്പടവും പഴമുണ്ട്. അപ്പൊ എനിക്ക് പുട്ടും പഴവും. പിന്നെ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി വേണ്ട. അത് നമുക്ക് വൈകുന്നേരം ചിക്കൻ കറി ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ അല്ലേ. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടത്തെ ഈ പരിസരമൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം കുറച്ച് കാണാനൊക്കെ ഉണ്ട്. കാടുകളൊക്കെയാണ്. അതൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം വീടിന്റെ ചുറ്റും നല്ല രസമൊക്കെയാണ് കാണാനായിട്ട് കേട്ടാ. അപ്പൊ ഓക്കെ ബൈ. അപ്പോൾ ഇതാണ് ഐച്ചേട്ടൻ്റെ വീട്. അവർ രണ്ടുപേരും അധ്യാപകരാണ്. ഒരു 10 വർഷത്തോളമായി ഇവിടെ സെറ്റിലായിട്ട് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നതാണ്. 2 കുട്ടികൾ. മൂത്ത ആൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ്. ഇളയ ആൾ അനവദ്യ. ആളിപ്പോൾ +2 റിസൾട്ട് ഇന്ന് വരും. അപ്പോൾ വൈകുന്നേരം 3 മണിയാകുമ്പോൾ റിസൾട്ട് അറിയാൻ പറ്റി. പഠിക്കാൻ മിടുക്കിയാണ്. എന്തായാലും ഫുൾ A+ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഇതൊക്കെയാണ് പരിസരങ്ങൾ. അത്യാവശ്യം വീടുകളൊക്കെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്. ഈ കാണുന്ന വീടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു നോട്ടം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, പണ്ട് ഞാൻ ഒരു 2016 വർഷത്തിൽ HSA എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാസർഗോഡാണ് സെൻറ്റർ വെച്ചത്. അപ്പോൾ ഞാൻ ലിസ്റ്റിൽ വന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ജോലി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച്. അപ്പോൾ അന്നിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം വാങ്ങിക്കാം, എന്നിട്ട് അവിടെ വീട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങോട്ട് ക്യാൻസലായിപ്പോയി. ആ സമയത്താണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ ഇൻ്റർവ്യൂവിനും ആയിട്ട് ഇവിടെ ലാസ്റ്റ് വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു 8 വർഷത്തോളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. ഇവിടേക്ക് അത്യാവശ്യം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് സ്ഥലം ഇങ്ങനെ ബാക്കിലോട്ട് കിടക്കുന്നുണ്ട്. നോക്കി നമുക്ക് പേടിയാവും. പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. മിക്കപ്പോഴും പാമ്പുകളൊക്കെ കാണാറുണ്ട്. എന്നാലും ഞങ്ങൾ വന്നിട്ട് പാമ്പിനൊന്നും കണ്ടില്ല. കൂടാതെ തന്നെ നല്ലോണം മയിലുകളൊക്കെ ഉണ്ട്. ആരാണ് ശ്രീമോളെ പഠിപ്പിക്കണ? അവരെല്ലാരും ബ്രഷ് ചെയ്തിരിക്കുന്നു. എന്താ ദേവ ഇങ്ങനെ കിടക്കണ? യോഗ മാറ്റിൽ കാണിച്ച എന്റെ പൊന്നെ പുഷപ്പ പഠിക്കും നമ്മളൊക്കെ. ഇറാഖ് കൊള്ളാല്ലേ ചേച്ചി? ഇത് ഓൺലൈൻ വാങ്ങിച്ചാണോ? അത് ഓൺലൈനല്ല, ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച. അവിടെ നിന്ന് ഇങ്ങോട്ട് അത് ഇത് പ്ലൈവുഡ് അല്ലേ? ഹൊറർ അല്ലേ? ധൈര്യശാലിയാണ്. പ്രേതത്തിന്റെ വെക്കാൻ നല്ല അടിപൊളി പാട്ട് വെച്ച്. അടിപൊളി പാട്ടാണ്. കൊച്ചിന് ഇഷ്ടമുള്ള പാട്ടാണ്. ഇഷ്ടമുള്ളത് ഞാവൽപ്പഴം. അതൊരുമിച്ച് എഴുതരാം.
രണ്ടെണ്ണം കിട്ടില്ലേ? ചിക്കൻ ആ അതെ ചാച്ചപ്പന്നല്ല ആരുമില്ല. പ്രശാന്തമായിട്ടുള്ള ശാന്തി നമ്മളെ കൊണ്ടാണ് ഇതാക്കി ഞങ്ങളൊരു എന്നാ ഇനിയുള്ളത് കട്ടി. പക്ഷെ എന്താണെന്നറിയോ, ഗ്രേവി കുറവായിരിക്കും. ഒന്നും കൂടി വേണോ സവാള? അതാണ് ഞാൻ ചോദിച്ചേ. ഗ്രേവി ചോദിക്കുമ്പോ ഗ്രേവി ഉണ്ടാവില്ല. പിന്നെ രണ്ടെണ്ണം കൂടി എടുക്കാല്ലേ? എന്തോരം ഉണ്ട് ചിക്കൻ? എന്തോരം ഉണ്ട് ചിക്കൻ? എത്രയാണ്? 4 കിലോ ആണോ? 4 സംതിങ്. അതെ, ഇതിപ്പോ ചെറിയ സവാള ഇതുകൊണ്ട് അറിയാൻ പറ്റണില്ല എന്തോരം. 3-4 എണ്ണം കൂടി എടുക്കാം. നോക്കുന്നുണ്ടല്ലേ? ആരും നോക്കുന്നു. ഞാനിവിടെ വേസ്റ്റ് മാനേജ്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് കുറച്ച് നമുക്ക് പ്രശ്നമാണ്. ലച്ചു പറയണോ? ലച്ചു വീഡിയോ ചെയ്യുമ്പോ അമ്മ ഇതാ ഇവിടെ ഗൈസ്, ഹായ് ഗൈസ്, എൻ്റെ അമ്മയാണിത്. എൻ്റെ അമ്മ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ വിഭവമാണ്. ഇന്നിപ്പോ ഞങ്ങളുടെ സ്പെഷ്യലി ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ ഞങ്ങൾ ചിക്കൻ വെക്കാനായിട്ട് പോവാണ്. അപ്പൊ ചിക്കൻ വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സവാള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് അച്ഛയുടെ ഫോണിലാണ് നല്ലോണം കിട്ടണത്. ഇത് ഇങ്ങോട്ട് തിരിയാനുള്ള എടാ മോനെ, പാമ്പൊക്കെ കാണൂല. നമ്മള് വിട്ട് അടിപൊളി എടുക്കണല്ലേ, മിണ്ടാതിരിക്കേ. ഒന്നിങ്ങടെ നടന്നു വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു? എന്തിനാണ്? പ്ലീസ് മൈലേ, പ്ലീസ് പ്ലീസ് മൈലേ, പ്ലീസ് ഇങ്ങാട് വാട മുത്തേ. നീ കാണിച്ചല്ലേ പതുക്കെ. എൻ്റെ അടുത്തോട്ട് വരണ്ടായിരുന്നു, ഞാൻ പയ്യെ പോയിട്ട് എടുത്തിട്ട് വരാം. എടാ 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 വല്ല പാമ്പനെ കാണൂലട്ടാ. എടാ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിലൊക്കെ വല്ല അണലിയൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നേ. ഇത് കൽപ്പൊടിയുള്ള പ്രത്യേകിച്ച് ഇവിടെ അണലിയൊക്കെ ഉണ്ടാവും. സാധനം കുടിച്ചിട്ട് പിടിക്കും. ആ കല്ലിൻ്റെ അടിയിലോട്ടൊന്നും പോലെ ഇങ്ങോട്ട് വാ. ആ പീല് താഴ്ത്തി. പറയാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് അല്ലേ? അടുക്കളയിൽ പണിയുടെ ഇടക്കാണ് മയിലിൻ്റെ ശബ്ദം കേട്ടത്. ഉടനെ തന്നെ പയ്യെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മയിൽ ഒരെണ്ണമല്ല, ഒരു 3-4 എണ്ണത്തിന് ഞങ്ങൾ ഒരുമിച്ച് കണ്ടു.
പീലില്ലട്ടാ, അത് പെൺമയിലാണ്. വേറെ ഉണ്ടോ? 5 അമ്മനപ്പ വിളിച്ചുമ്പാടാ ചെല്ലടാ. ആ നീടാ ആൺമയില് പീലിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാവിനു, ദേ അവിടെ കാട്ടിലാണ്. ദേ 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 ഇവിടെ ചേച്ചി അങ്ങോട്ട് പോയി. ദേ 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 അതുണ്ട്, അതവിടെ ഉപ്പുണ്ട്. അതാ അവിടെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നാവൂ. ദേ 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 അവിടെ കണ്ട. ആ പീലിയുണ്ട്. അത് പക്ഷെ എത്ര എവിടെയാ അങ്ങോട്ടൊക്കെ പോണ്ടാണ്. ഭാവി ഇങ്ങോട്ട് പോരി. മയിലിനെ കണ്ട് ഈ പരിസരത്തൊന്ന് ഓടിക്കഴിഞ്ഞാ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഹെൽപ്പർ ഈ പച്ചവെള്ളം വേണത് കിട്ടേ. തീ കൂട്ടിട്ടെ, തീ കുറച്ച് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമ്മളുടെ മനസ്സെന്താണ്. ഉപ്പില്ല വയറ് ശ്രീ അപ്പോൾ ദേ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ റെഡിയായി. ദം ചെയ്യാനായിട്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു, പക്ഷേ ഒന്നും നടന്നില്ല. പാത്രം അടിയിൽ പിടിച്ചതല്ലാതെ വേറൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ വാഴയിലാണ് ദേ ബിരിയാണിയൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ച് ഇരിക്കാനായിട്ട് തീരുമാനിച്ചു. എപ്പോഴും പ്ലേറ്റിലല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇത്തവണ ബിരിയാണി വാഴയിലയിൽ കഴിക്കാമെന്ന് കരുതി. വാഴയിലയിൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണ് ഞങ്ങൾ അതങ്ങനെ തീരുമാനിച്ചത്. എന്തായാലും നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നു എല്ലാവരും പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ലച്ചുവിൻ്റെ റിസൾട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫുൾ A+ ആണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എന്തായാലും ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് ഇതുപോലെ സംസാരിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർക്കതൊരു സംസാരിക്കാനുള്ളൊരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചേച്ചിക്ക് ആശംസകൾ നൽകും. ഉന്നത വിജയം കൽപ്പിച്ചാൽ അഭിനന്ദൻ. ഗൗരി പാർവതിയുടെ 2 സ്റ്റെപ്പ്, 2 ഡാൻസ്. കേക്ക് മുറിക്കും. ഓക്കെ, കേക്ക് മുറിക്കാൻ നമുക്ക് അറിയില്ലേ പിള്ളേര് നീങ്ങി ദേവൻ വാ.
സർപ്രൈസ് ആയിരുന്നു. തിന്നാൻ പറ്റില്ല. കേക്കിലേക്ക് വരുന്നത്. ആ. കേക്കിൽ വീണ്. കുഴപ്പമില്ല മാറ്റാം. അതെടുത്തില്ല. ആ ഭാഗം എടുത്തോളാം. ഇതെന്താ സാധനം? പ്ലാസ്റ്റിക്കാട്ടാ. കൊടുക്ക വെച്ചിന്. ആ പിന്നെ അഭിനന്ദനങ്ങൾ. എടുത്തോ. ലച്ചു ചേച്ചിക്കോ അതിൽ വെച്ച് കൊടുത്താ. ഒരു പ്ലേറ്റ് എടുത്തോ. പ്ലേറ്റ് എടുത്തോ. അല്ല വേറൊരു പ്ലേറ്റ് സ്മിതേ. അതിനകത്ത് നോക്കണ്ട. അതിനകത്ത് നോക്കണ്ട. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് മയിലിന്റെ ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ ദേ നല്ല പീലിയൊക്കെ വിടർത്തി നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന മയിലിനെ കാണാനുള്ള ഭാഗ്യം കൂടി കിട്ടി. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാം. പാമ്പോലോട്ടാ നോക്ക്. ബാക്ക് വശോടെ അപ്പുറത്തേക്ക് തിരിഞ്ഞിക്കണല്ലേ, ഇങ്ങോട്ട് തിരിയും മയിലേ. ആ ഇപ്പൊ തിരിയും. ബാബേ ഇല്ല അവിടെ തന്നെ കാണാൻ പറ്റൂല. ഇങ്ങോട്ട് തിരിയാണല്ലോ. അടിപൊളി. എടുക്കണല്ലേ, മിണ്ടാതിരിക്കേ. ഒന്നും കണ്ട് നടന്നു വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു? എന്തിനാണ് പ്ലീസ് മയിലേ, പ്ലീസ് പ്ലീസ് മയിലേ, പ്ലീസ് ഇങ്ങാട് വാട മുത്തേ. നീ ചെല്ലട്ടെ പതുക്കെ. എൻ്റെ അടുത്തോട്ട് വരണ്ടായിരുന്നു, ഞാൻ പയ്യെ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഏതായാലും മയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പീലി വിടർത്തി ആടിയ പോലെയാണ് തോന്നിയത് കേട്ടോ. വളരെ സന്തോഷം. ഇതിങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് തൂക്കുപാലത്തിലേക്കാണ്. അവിടെ വെള്ളത്തിലൊക്കെ നീന്തി തുടിക്കാനുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് ആ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.